ചെമ്പരുത്തി നല്ല ചെമ്പരുത്തി ചന്ദന മണമവളെ പരുത്തി ചെന്തമരം ചേരും പെണ്ണൊരുത്തി ചെങ്കവിളോരത്ത് ചിരി പരുത്തി ചെമ്പരത്തി നല്ല പെൺപറന്നോൾ എന്റെ പെണ്ണൊരുത്തി അവളുടെ ചിരി എന്റെ ഉള്ളി മഞ്ഞുരുക്കി അവളുടെ ചിരി എന്നെ മെല്ലെ മയക്കി ചെമ്പരത്തി നല്ല അങ്ങനെ സഫ രേണുസുധിയുടെ പിന്തുടർച്ചക്കാരിയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഫ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്റെ അമ്മോ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സഫ ആരാണ് എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഭർത്താവായിട്ടുള്ള മെഹനാസുമായി ഇപ്പൊ നിലവിൽ സഫ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തോ സഫയുടെ ഡ്രൈവറെ പിടിച്ച മെഹനാസും പിന്നെ ഫസ്മിന എന്ന് പറയുന്ന പെണ്ണും കൂടി തല്ലി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും കൂടി സഫ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഇതെന്താ പോലീസ് സ്റ്റേഷനിൽ? അത് നമ്മളാ വണ്ടി ഇടിച്ച കേസില്ലേ ഡ്രൈവറിനെ, അപ്പോ അവർക്കെതിരെ കേസ് എടുത്ത് രണ്ടാളും ഒളിവിലാണ്. അപ്പൊ ഫസ്മിനെ ഇപ്പൊ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന്റെ തീരുമാനത്തിന് ഇതിപ്പോ ഇന്നിപ്പോ കോർട്ടിലേക്ക് അതിന്റെ ഇത് പോകും. ഇനിയിപ്പോ ഹയറിംഗ് തുടങ്ങും. പോലീസ് എന്താ പറഞ്ഞത്? ഇതിപ്പോ എന്റെ കുറച്ച് തെളിവെടുപ്പ് കൂടി എടുക്കാനുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ട് പോയതാണ്. പരാതി കൊടുത്തോ? ഓ, അതെപ്പോഴേ കൊടുത്തു. അത് അന്നേ കൊടുത്തു. അന്ന് അവനെ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ കൊടുത്തു. അവരാരും വിളിപ്പിച്ചിട്ടുണ്ടോ? വിളിപ്പിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒളിവിലല്ലേ. സ്റ്റേഷനിൽ വിളിപ്പിച്ചു? വിളിപ്പിച്ചു വന്നിട്ടില്ല. സ്ട്രോങ് ആയിട്ട് പോകാൻ തന്നെ. അതെ, ഒന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് വന്ന് തെളിവെടുപ്പിന് നിന്നൂടെ? എന്തുകൊണ്ട് അവർ വരാത്തെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലാക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. എന്തായാലും ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് അല്ല. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കണം, അതല്ലേ ഇതിനൊന്നും ഒരു അന്ത്യല്ലേ? എന്ന് തുടങ്ങിയതാണല്ലേ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കും എന്ന് വിചാരിച്ചിട്ട് എവിടെ ഇത് അവസാനിക്കുന്നതേ ഇല്ല. 1.5 മാസം ഇത് തുടങ്ങിയിട്ട്. ഇനി അടുത്ത കാലത്തൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ പറയുന്ന സഫയും മെഹനാസും ഫസ്മിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്രശ്നം ചർച്ച ചെയ്യാൻ എനിക്കൊട്ട് താല്പര്യമില്ല. മതിയായി മനുഷ്യന്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മേജർ അപ്ഡേറ്റ് വരാണെങ്കിൽ സംസാരിക്കും കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. അതിനെ കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഭർത്താവായിട്ടുള്ള മെഹനാസുമായി വേർപിരിഞ്ഞതിന് ശേഷം സഫയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒറ്റക്കാണല്ലോ, വരുമാനമൊക്കെ നോക്കണല്ലോ, കയ്യിലൊരു കുഞ്ഞും കൂടി ഉള്ളതാണ്. സഫയെ സംബന്ധിച്ചിടത്തോളം സഫയ്ക്ക് ആകെ അറിയാവുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പ്രൊമോഷൻസും പരിപാടികളൊക്കെ ചെയ്യലാണ്. അതല്ലാണ്ട് ഒരു പരിപാടിയും സഫക്ക് അറിയത്തില്ല. അങ്ങനെ അതിന്റെ ഭാഗമായി സഫ എന്താക്കി, ആദ്യം അല്ലറ ചില്ലറ ചില പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതുവഴി കുറച്ച് വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്തായാലും സഫ മെഹനാസുമായി പിരിഞ്ഞതിന് ശേഷം തുടക്കത്തിൽ ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ ഖുറാൻ കിറ്റ് 5 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാട്ടോ. അപ്പോ ഈ കിറ്റ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ എന്റെ അക്കൗണ്ടും ഷുഗർ ഫിൽസിന്റെ അക്കൗണ്ടും ഫോളോ ചെയ്യുക. അത് മാത്രമല്ല കമന്റ് ബോക്സിൽ ഇമോജി അല്ലാത്ത എന്തെങ്കിലും ഒരു നല്ല കമന്റ് ഇടാം. അപ്പൊ ഗൈസ്, നമ്മുടെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഖുറാൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിന്നറെ സെലക്ട് ആക്കുന്നത് 20ാമത്തെ നോമ്പിനായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഷെയർ ആക്കാം. ഓക്കെ, ബൈ. ഇതായിരുന്നു തുടക്കത്തിൽ സഫ ചെയ്തുകൊണ്ടിരുന്ന പ്രൊമോഷൻ വീഡിയോസ് എന്ന് പറയുന്നത്. നല്ല തട്ടക്കെട്ട്, നല്ല മുസ്ലിം പെൺകുട്ടിയായിട്ട് വന്ന് ആ ഒരു ലെവലുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഇതിനാൽ തന്നെ ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ടുമായിരുന്നു പുള്ളിക്കാരുടെ പ്രൊമോഷൻ വീഡിയോസിനൊക്കെ. കാരണം ഒന്നാമത്തെ മെഹനാസിനെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ പലരും സഫയെ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ സഫ ചെയ്യുന്ന ഇത്തരം പ്രൊമോഷൻ വീഡിയോസിനൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മുന്നോട്ട് പോകെ സഫയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊമോഷൻ വീഡിയോ കൊണ്ട് മാത്രം ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റൂലല്ലോ. കാരണം പ്രൊമോഷൻസ് എന്ന് പറയുന്നത് മാസത്തിൽ 1-2 കിട്ടിയാലായി. അതുകൊണ്ട് തന്നെ അത് വെച്ച് മാത്രം മുന്നോട്ട് ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. തട്ടിമുട്ടി ജീവിച്ചു പോകേണ്ട അവസ്ഥയാകും. അങ്ങനെ ജീവിതം ആ ലെവലിലേക്ക് പോകുന്നെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ സഫ എന്താക്കി, ഫോട്ടോഷൂട്ട് മേഖലയിലേക്ക് ചൂട് വെക്കാൻ തുടങ്ങി മക്കളെ. അതും ഏത് ടൈപ്പ് ഫോട്ടോഷൂട്ട്? പണ്ട് കാലങ്ങളിൽ നമ്മളെ രേണുസുധിയൊക്കെ കാണിച്ചു തന്ന ഒരു ടൈപ്പ് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, ആ ടൈപ്പ് തന്നെ. അതിന്റെ ഭാഗമായി പുള്ളിക്കാരി ആദ്യം ഒരുത്തരുമായ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ സഫ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഹേ ഗായ്സ്, അപ്പൊ ഞാനുള്ളത് പാലക്കാട് കവയിലാണ്. അപ്പൊ ഞാൻ ഒരു പെയർ ഷൂട്ട് റീൽ എടുക്കാൻ വന്നതാണ്. അപ്പൊ എന്റെ ഇവിടെ പെയർ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഭയങ്കരமான ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പുള്ളിനെ തിരിച്ചിടാം. നിങ്ങൾ അത് ആരാന്ന് ഗസ് ചെയ്യണം. ഗസ് ചെയ്തിട്ട് കമന്റിൽ പറയണം. ഞാനപ്പോ വീഡിയോ ഇന്നോ നാളെ ഇറക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പുള്ളിനെ കാണിച്ചു തരാം കേട്ടോ. ഇത് നിൽക്ക്, ഇതാണ് ആൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റീൽ ഇന്നോ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഫസ്റ്റ് പെയർ ഷൂട്ടാട്ടോ എന്റെ. ഓക്കെ, ബൈ. ഫസ്റ്റ് പെയർ ഷൂട്ട് ആണെന്നൊക്കെ. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വെൽക്കം ടു അവരാധ ലോകം. എന്തായാലും ആ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മറ്റാരല്ല, പ്രതീഷ് എന്ന് പറഞ്ഞ ചങ്ങായി തന്നെ. ഇനി പ്രതീഷ് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? അത് ഞാനായിട്ട് പറഞ്ഞതിന് മുമ്പ് ഈ പ്രതീഷ് എന്ന് പറഞ്ഞവന്റെ ഒരു റീൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും പ്രതീഷ് ആരാണെന്നുള്ളത്. വാ കണ്ടോക്കാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം കൂടയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി അന്തിക്കൂടം കാമത്തിന്റെ നീളങ്കല്ല് കൂടിക്കുമ്പം പാലങ്കാത പറയടി പുള്ളിക്കുയിലേ
ഉള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തട്ടത്തിലു മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു പകതിനി തിമൃതൈ, അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു പകതിനി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു വാഴടിക്കാത്ത കറുമ്പി, അന്തിക്കൂടം കവത്തി ഞടിളങ്ങൾ കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഓക്കെ, ഇപ്പൊ തന്നെ ആളെ റേഞ്ച് നിങ്ങൾക്ക് എന്താണെന്നുള്ള മനസ്സിലായി കാണല്ലോ. ഇതിൽ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ആ മഹാനാണ് പ്രതീഷ്. ഒരു കാലത്തെ രേണുസുദിന്റെ കൂടെ ഇഷ്ടംപോലെ റീലുകൾ ഈ ചങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ചെയ്തു എന്നല്ല, ചെയ്ത് വെറുപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവനും രേണും കൂടെ ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയിരുന്നത്. ഒരു സമയത്ത് ഇവനും രേണും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഉള്ള തരത്തിലുള്ള റൂമേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം കുറച്ചായിട്ട് ഇവനും രേണും തമ്മിൽ വലിയ വീഡിയോകളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി ഇവൻ രേണുവിന്റെ അടുത്തുനിന്ന് മാറിയതാണോ അതോ രേണു ബിസി ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റേഞ്ച് മാറിയില്ലേ, ആളിപ്പോ വേറെ ലെവലാണ്. ആളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനും പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി തൊട്ട് പ്രതീഷിനെ പോലുള്ള ആളുകളൊന്നും രേണു സുജിക്ക് കണ്ണു പിടിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പം കുറച്ച് കാലമായിട്ട് പ്രതീഷ് രേണുവിനെ വിട്ടുപിടിക്കാൻ തുടങ്ങി കേട്ടോ. ആളിപ്പോ സഫേന്റെ കൂടാണ്. നിരത്തി സഫേന്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ടുകളും റീലും ആൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തിനു പറയുന്നു, ആള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വരെ സഫേന്റെ ഒപ്പമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഇവനും സഫയും കൂടി റീസെന്റ് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടിന്റെ ബ്ലൂപ്പർ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ. ആ യെസ്. ഞാൻ കട്ടടി ആ യെസ്. പൊന്മാനത്തിന്റെ സീനല്ല. ഒന്നുകൂടെ. കുളിർമഴ തന്നെ നോക്കണ്ട. ഓ ഡൺ. അത് സാധനം നല്ല പ്രേമന് വീണ്ട് ഓക്കെ. ഒന്നുകൂടെ വൺസ് മോർ. ക്യൂട്ട്നെസ് വാരി. ആശാത്തി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? എന്തായാലും ഇതോടുകൂടി സഫയുടെ റേഞ്ചേ മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുവരെ ആളുകൾ സഫേനെ കണ്ട രീതി എന്ന് പറഞ്ഞത് തട്ടക്കെട്ട് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിലായിരുന്നു. പുള്ളിക്കാർ ആ രീതിയിലായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പ്രതീഷിന്റെ അടുത്ത് വന്നതോടുകൂടി ആളെ അങ്ങ് മാറിപ്പോയി. തലയിലെ തട്ടും പോയി, മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റിയും പോയി. അതോടെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കമന്റ് ബോക്സിൽ പൂരി തെറി വരാൻ തുടങ്ങി. പലരും പലതും പറഞ്ഞ് സഫനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അമുസ്ലിങ്ങൾക്ക് ഉണ്ടാവും ഈ മാസത്തിനോട് കുറച്ചെങ്കിലും ഒരു റെസ്പെക്ട്. ചാത്തപ്പൻ എന്ത് മത്സരം അല്ലേ, വൻ തോൽവി തന്നെ. റമദാൻ മാസത്തെങ്കിലും ഒന്ന് ബഹുമാനിക്കടി. ഈ രീതിയിലുള്ള കമന്റുകളൊക്കെ വരാൻ തുടങ്ങി. എന്തായാലും കമന്റുകൾ കുറച്ചായതോടെ ഈ പ്രതീക്ഷ എന്ന് പറയുന്നവൻ എന്താക്കി ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി. നമുക്ക് എന്തായാലും പ്രതീക്ഷന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കണ്ടോക്കാം. മാസത്തിലാണോ നീ നോമ്പെടുക്കാണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്? എന്താല്ലേ, ഒരു 2 റീൽ ഇട്ടപ്പോ തന്നെ വരുന്ന കമന്റ്സിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രൊഡക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, ഞാൻ സഫയായിട്ട് ചെയ്ത ആ ലാസ്റ്റ് 2 റീൽ ഓൾമോസ്റ്റ് ഇപ്പൊ ഏകദേശം നല്ലതായിട്ട് വൈറലായിട്ട് ഫുൾ ഷെയറിംഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്. പുണ്യമാസത്തിലാണോ നീ നോമ്പെടുക്കാണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു. ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടോ ആ വ്യക്തി നോമ്പ് എടുത്തിട്ടുണ്ടോ നോമ്പ് എടുത്തിട്ടില്ല എന്നുള്ളത്? നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞൊരു പുണ്യപ്രവൃത്തിയാണ് ഒന്നാമത്തെ കാര്യം. അത് ഒരാള് അവരുടെ ഇഷ്ടത്തിന് എടുക്കുന്നുണ്ട്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരാൾ നോമ്പെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ആള് മോശമായിട്ടുള്ള ആളെന്നല്ല. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? നോമ്പിനെ കുറിച്ച് എന്ത് തേങ്ങാക്കോല അറിഞ്ഞിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഒരു ദിവസം ഒരാള് നോമ്പ് എടുത്തിട്ടില്ല എന്ന് കരുതി അവൻ മോശക്കാരനാണെന്ന് പറയാൻ പാടില്ല പോലും. ഇവന് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ മതി ഇവന് നോമ്പിനെ കുറിച്ച് ഒരു തേങ്ങാക്കോല അറിയില്ല എന്ന് മനസ്സിലാക്കാൻ. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നോമ്പ് എടുത്തേ പറ്റൂ. പിന്നെ ഞാൻ അതിനെ കുറിച്ച് മുമ്പ് ഒരിക്കലും വലിയ രീതിയിൽ സംസാരിച്ചതിനെ കൊണ്ട് വീണ്ടും ഞാൻ അതന്നെ പറയുന്നില്ല. നമ്മൾ എന്തായാലും പ്രതീക്ഷയുടെ ബാക്കി കൂടി പറയാനുള്ള കേട്ടോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോമ്പ് എടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തൊരു കമന്റ്, ഈ മാസത്തിലാണോ നീ റീൽ എടുത്ത് നടക്കുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ നടക്കുന്നത് ചോദിച്ചു. ഈ പുണ്യമാസത്തില് ഒരു വീഡിയോ എടുക്കാൻ പാടില്ല ഒരു മനുഷ്യന്. ഞാൻ ചെയ്ത ഈ റീസെന്റ് ചെയ്ത 2 വീഡിയോസിൽ എന്തെങ്കിലും മോശം രീതിക്കുള്ള ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാവോ? ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന പ്രശ്നം, ഞാനിപ്പോ റീസെന്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ
അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത 2 റീൽസിൽ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കാണിക്കാവോ? ആ പറഞ്ഞ കറക്റ്റ് ആണ്. ഇവൻ റീസെന്റ് സഫയുമായി എടുത്ത് ചെയ്ത റീലുകളൊന്നും പ്രത്യേകിച്ച് മോശമുള്ളതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റൂല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റീലുകളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് മോനെ പ്രതീക്ഷയെ. ഒരു ചൊല്ലുണ്ടല്ലോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയാലോ ചാണകം മണക്കും. നീ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി ചാണകം ചാരിയായിരുന്നു നിന്നിരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. നീ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി രേണു സുധിയുമായി കാണിച്ച് കൂട്ടിയ അപരാധങ്ങളൊന്നും നീ മറന്നു കാണില്ലല്ലോ മോനെ. അത് കാരണം നിനക്കുണ്ടായ ചീത്തപ്പേര് ചില്ലറൊന്നല്ല. എന്തിനു പറയുന്നു, നിന്നെ 4 ആൾ അറിയുന്നത് തന്നെ രേണുസുതിക്കൊപ്പം നിന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള നിന്നോടൊപ്പം ഈ പറയുന്ന സഫ ഒരു റീൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ നെഗറ്റീവ് പറയാൻ തുടങ്ങും. അതിനുള്ള പ്രധാന കാരണം നീ പബ്ലിക്കിന് മുന്നിൽ നിനക്ക് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ആണ്. ആ ഇമേജ് ഇനി നീ വിചാരിച്ചാലും മാറാൻ പോണില്ല. അത് പണ്ടേ നീ വിചാരിച്ച് മാറ്റണമായിരുന്നു. പണ്ട് നിനക്ക് ഓർമ്മയില്ലേ, നീ ഓരോ അപരാധങ്ങൾ രേണുസുതിയുമായി കാണിച്ചു കൂട്ടുന്ന സമയത്ത് നിനക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നു. അന്നേരം നീ അതിൽ നിന്നും പിന്തിരിയാനോ അതിൽ നിന്നൊരു മാറ്റം വരുത്താനോ നീ ആഗ്രഹിച്ചില്ല. നീ വീണ്ടും രേണുസുതിക്ക് പോയി ഇരുന്നു കൊണ്ട് നീ കാണിച്ചു കൂട്ടിയ കാട്ടപരാധങ്ങൾ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രേണുസുതിക്കൊപ്പം ആളുകൾ നിന്നെയും ചേർത്ത് വെക്കാൻ തുടങ്ങി. നിന്നെ ആ ഒരു ലെവലിലേക്ക് ആളുകൾ എഴുതി തള്ളാൻ തുടങ്ങി. അത് പിന്നീട് നീ രേണുസുതിന്റെ അടുത്ത് നിന്ന് മാറിയപ്പോഴും നിന്നെ വേട്ടയാടാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല, അത് വേറെ കാര്യം. പക്ഷെ നിന്റെ കൂടെ ഇനി ആര് റീല് ചെയ്താലും ആളുകൾ ആരും മോശം കണ്ണോട് കൂടിയാ അവരെയും കൂടി കാണത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സഫയ്ക്ക് ഇത്രയും നെഗറ്റീവ് വന്നത്. ഇതിപ്പോ സഫ വേറെ ആരുടെയെങ്കിലും ഒപ്പമായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്തതെങ്കിൽ ഇത്ര നെഗറ്റീവ് വരില്ലായിരുന്നു. നിന്നെ പോലുള്ള ഒരുത്തനെ കൂടെ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ അത്രയും നന്ദി. അതുകൊണ്ട് നീ വല്ലാണ്ട് ന്യായീകരിക്കാൻ വരില്ല മോനെ. നീ ബാക്കി പറഞ്ഞാലും എന്താ പറയാ, ഈ ഒരു മാസത്തിനെ എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്നുണ്ട്. ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിംസ് ആണെങ്കിലും ശരി, ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാ ആൾക്കാരും ഈ ഒരു മാസം ബഹുമാനിക്കും. ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി, ഇത്രേ ഉള്ളൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓ സന്തോഷം, നിന്റെ വായി നിങ്ങൾ ഒന്ന് കേൾക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ആശാൻ കാര്യമായിട്ട് മതപഠന ക്ലാസ് എടുക്കാൻ ഇറങ്ങിയേക്കാണ്. എന്തായാലും പ്രതീക്ഷ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് പിന്നാലെ ഇന്നലെയും ഇവർ രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കേട്ടോ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. പിന്നെ ഞാൻ നോക്കിയതെന്തും നീയല്ലാതെ ഒന്നില്ലെന്നും ഹരം കൊണ്ട് മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മുഞ്ചും അരിപ്പട്ടി തെരഞ്ഞൊരു കല്ലാണേ, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണേ, അല്ലവക്ക് വിത്തൗക്ക് കൂട്ടാണേ, അരിമുള്ള മനസ്സിന് തന്നാളേ, അകലത്തിലിരിക്കണ ദറതാണേ, അടുപ്പത്തിലിരിക്കല് പൊറലാണേ, തിടുക്കത്തിൽ ഒരുങ്ങടി പെണ്ണാളേ, അരിപ്പോം തിരിപ്പോം കളിയാണേ. ഓക്കെ, ഉള്ളത് പറയാലോ, ഭയങ്കര ബോറായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. അല്ല, നമ്മൾ മോശം കണ്ടാൽ മോശം എന്ന് പറയണല്ലോ, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. ഉള്ളത് പറയാലോ, ഇത് അത്ര പോരാ. കുഴപ്പമില്ല, ഭാവിയിൽ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാലോ. എന്തായാലും ഇങ്ങനെ പോവാണെങ്കിൽ സഫ രേണുസുദിനെ പിന്തുടർച്ചക്കാരിയായി മാറുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇപ്പൊ നിലവിൽ ആള് അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും രേണുസുദിയും പ്രതീക്ഷയും ഒക്കെ അടുക്കുന്ന പാരലൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം. എല്ലാവരും ഞാൻ ആലോചിച്ച് പോകുന്നതല്ലേ, ഇപ്പൊ വന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ചും ഫെയിമും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാട്ടവരാധൻ ടീംസിന്റെ കൂടെ ചേരണം എന്നുള്ള അവസ്ഥയായിക്കണം. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ. എന്തായാലും കൊള്ളാൻ സഫ. ഇപ്പൊ നിനക്ക് പ്രത്യേകിച്ച് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നിനക്കൊരു കുഞ്ഞിനെ നോക്കാനുള്ളത് കൊണ്ടും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. കാരണം നിനക്കിത് 2 ചെക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ വന്ന് പറയിപ്പിക്കാണ്ടിരുന്നാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന ഒരു കുഞ്ഞുണ്ട് അവിടെ. അതിന്റെ ഭാവിയെ കുറിച്ച് ഇടയ്ക്കിടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. അല്ലെ, രേണുസുദിനൊക്കെ പോക്ക് കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. രേണുസുദിൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ വന്ന് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാനായിട്ട് ആർക്കും നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതേമാതിരി ഒന്ന് ആവാണ്ടിരുന്നാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.